ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശാലിനി വരുമ്പോ ശാരദാമ്മയ്ക്കും വിഷ്ണുവിടെ മോളെ അപ്പൊ മക്കളുള്ളതുകൊണ്ട് ശാലിനി അവരോട് പഠിക്കാൻ പറയും. എന്നിട്ട് അകത്ത് പോയിട്ടാണ് ശാരദാമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് കേൾക്കുന്ന ശാരദാമ്മ ഞെട്ടിപ്പോവാണ്. അല്ല മോളെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പോലീസുകാര് കണ്ടുപിടിച്ചു കൊടുക്കോ? ശാലിനി പറയും, ചന്ദ്രബോസിന്റെ പോലീസുകാരല്ലേ, പൈസ കിട്ടിയത് തന്നെ. അങ്ങനെ ശാരദാമ്മ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോകണേ. അല്ല ശ്യാമയുടെ അമ്മേ പഴയതുപോലെ റൂമിലിരുന്ന് കരച്ചിലാണോ? ആ മോളെ, രോഹിത്തിന്റെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ശ്യാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയ പോക്ക ഇതുവരെ ആളെത്തിയിട്ടില്ല. ശാലിനി പറയും, ജാമ്യത്തിൽ ഇറക്കാനും ജാമ്യത്തുക കെട്ടിവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ ശ്യാമയെ വിളിക്കാൻ കാര്യം? ശാരദ പറയും, അവരെല്ലാവരും കൈ ഒഴിഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും ശ്യാമയെ വിളിച്ചത്. മോളെന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്ക്, കാര്യങ്ങൾ എന്തായിന്ന് അറിയാലോ. ശേഷം ശാലിനി ഫോണെടുത്ത് പോലീസിനെ വിളിക്കണേ. സിഐയുടെ കളക്ടർ ശാലിനി വിഷ്ണുവാ. അപ്പൊ തന്നെ അയാള് നല്ല ബഹുമാനത്തിലാ സംസാരിക്കുന്നത്. യെസ് മാഡം. അങ്ങനെ ശാലിനി കാര്യങ്ങളൊക്കെ പറയും. സിഐ പറയും, ജാമ്യത്തിലെടുക്കാൻ ആരും വരാത്തതുകൊണ്ടാ വൈഫായ ശ്യാമയെ വിളിച്ചത്. നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കും. അവിടെ വന്ന് ജാമ്യത്തിലെടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിയാൽ മതി. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാ അയാളുടെ വൈഫിനെ പറഞ്ഞയച്ചത്. എന്നാ ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി മാഡം എന്ന് പറഞ്ഞയാള് കോള് കട്ടെ. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ശ്യാമ അവിടുന്ന് പോന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ്മയ്ക്കും ജാമ്യം നമ്മൾ എടുക്കണോ? ശാലിനി പറയും, രോഹിത്തിനെ പോ അവന്റെ കൂട്ടത്തിൽപ്പെട്ടവര് കൈവിട്ട സ്ഥിതിക്ക് നമ്മളില്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത്? ഒന്നോർത്താ അത് നല്ലതാണ്. അവനിപ്പോഴെങ്കിലും മനസ്സിലാവല്ലോ അവന്റെ കൂട്ടത്തിലുള്ളവരുടെ തനി സ്വഭാവം. നല്ല ബുദ്ധി തോന്നാൻ ഈശ്വരൻ ഒരു വഴി കണ്ടതാവും. ശാരദാമ്മ പറയും, നന്നായ മതിയായിരുന്നു, അല്ലെങ്കിൽ പഴയതുപോലെ കുടിച്ചു കുടിച്ച് എവിടെയെങ്കിലും കിടന്നു മരിക്കും. ഇത് അവനുള്ള അവസാന ചാൻസ് ആണ്. ഇതിലവൻ നന്നായിട്ടില്ലെങ്കിൽ അവന് വേണ്ടി ഇനി ഒരു 5 പൈസ പോലും ചെലവാക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ശാരദാമ്മ ചായ എടുക്കാനായിട്ട് അവിടുന്ന് പോകും. ശാലിനി വിചാരിക്കും, അപ്പോ ചന്ദ്രബോസ്, സുസ്മിത, ഉപേന്ദ്രൻ ത്രിമൂർത്തികൾ രോഹിത്തിനെ കൈവിട്ടു. ഇനി വിള്ളൽ വരേണ്ടത് അവർക്കിടയിലാണ്, ഈ ത്രിമൂർത്തികൾക്കിടയിൽ. എങ്കിലേ ആ കൂട്ടുകെട്ടിന്റെ അടിവേരെ അളക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള കണക്കുകൂട്ടലാണ് ശാലിനി അവിടെ ഇരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ബാമയും കൂടെ സ്റ്റേഷനിലെ ഓട്ടോ റില്ലേ തിരികെ വീട്ടിൽ വന്നിരിക്കുക. ഭാമയ്ക്കും, അല്ല കമലൻ നിന്റെ ഓട്ടോ കൊണ്ട് എവിടെ പോണെന്നാ പറഞ്ഞത്? അമ്പലത്തിൽ എവിടെയോ പോകുന്ന പറഞ്ഞേ. കൂടെ വിജില ഉണ്ടായിരുന്നോ? ഭാമറി, ആ ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വാടക കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതിപ്പോ ഒരു ആവശ്യത്തിന് വിളിച്ചാ എങ്ങനെ വേണ്ടെന്ന് പറയാ? വേറെ ആരുമില്ലല്ലോ, കമലനല്ലേ നമ്മുടെ കമലൻ. അപ്പൊ ഭാമ എന്ന് പറഞ്ഞ അകത്ത് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും സത്യമേ എന്ന് ഇങ്ങനെ വെപ്രാളത്തിൽ വിളിച്ച് പിള്ള അങ്ങോട്ട് വരുന്നത്. സുബൈർക്ക തല ഇടിച്ചു വീണു. അയ്യോ, മുറി മൊത്തം ചോരയാണ്. ആ കുഞ്ഞവിടെ നിലവിളിച്ച് കരയാണ്. ഭാമയും വിഷ്ണുവും ഞെട്ടും. വന്ന പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണു പിന്നെ അവിടെ ഒരു നിമിഷം നിൽക്കുന്നില്ല, അങ്ങോട്ട് ഓടിപ്പോവാ. നൂറേ, എന്താ ഉണ്ടായത് എന്ന് വെച്ചാ വിഷ്ണു കയറി വരുന്നത്. വിഷ്ണു കയറി ചെല്ലുമ്പോ തന്നെ ആ ഷെൽഫിന്റെ മുകളിൽ നിന്ന് ചോര ഇട്ടുന്നത് കാണുന്നുണ്ട്. ഇതെന്താ മുഴുവൻ ചോര? എന്താ പറ്റിയത്? നൂറ് പറയും, തലയിടിച്ച് വീണതാ. എങ്ങനെ? നൂറ് ആ ടെൻഷനില് ശ്രദ്ധിക്കുന്നില്ല. കുളിമുറിയില് എന്നിട്ടാണോ നോക്കി നിൽക്കുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, പിടിക്ക് പിള്ളച്ചേട്ടാ. അങ്ങനെ എല്ലാവരും കൂടെ സുബൈർക്കയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ആൾക്ക് ബോധം വന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലെ രാജി ചേച്ചി ശാലിനിയോട് സംസാരിക്കാണ്. ശാരദാമ്മയുടെ മക്കൾക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധിന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പോഴാണ് ശ്യാമ അങ്ങോട്ട് ഒരു ഓട്ടോയിൽ വരുന്നത്. ഒന്നും പറയാതെ അകത്ത് കയറി പോകുമ്പോ, ശ്യാമേ ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? അതിൽ ശ്യാമ എങ്ങനെ മുഖം തിരിക്കും. ഞാൻ വിളിച്ചപ്പോഴൊന്നും കുഞ്ഞേച്ചി ഫോൺ എടുത്തില്ലല്ലോ. ശാലിനി പറയും, അത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ നിന്റെ കോൾ എടുക്കുന്നത്? ശ്യാമ പറയും, അല്ലെങ്കിലും ഞാൻ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളൊന്നുമല്ലല്ലോ അത് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശ്യാമേ എന്ന് വിളിച്ച് ശ്യാമയെ പിടിച്ചു വെക്കും. ശാലിനിക്കും, എന്താ അമ്മ ഇവളിങ്ങനെ? ശാരദ പറയും, ശ്യാമേ നിനക്കിപ്പോ ഒരുപാട് വിഷമമുണ്ട്, ഉണ്ടാവും, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നീ അത് പ്രകടിപ്പിക്കേണ്ടത് നിന്റെ കൂടപ്പറപ്പുകളോടല്ല. ഞാൻ പിന്നെ എന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളൊക്കെ ആരോടെ പിന്നെ അമ്മ പറയേണ്ടത്? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങള്, സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എന്തിനാ അമ്മയെന്ന് പറഞ്ഞതാ. പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മനസ്സില്ലെങ്കിൽ എന്തിനമ്മ ഈ കൂടപ്പറപ്പുകളൊക്കെ? ശാലിനി, ശ്യാമേ ഇങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോ അമ്മയെ കൂട്ടി പോയിക്കൂടായിരുന്നോ? നീ എന്തുകൊണ്ടായി ചെയ്തില്ല? അതില് ശ്യാമ പറയോ, ഇതിപ്പോ എന്റെ മാത്രം കാര്യമായി പോയല്ലോ, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശാലിനിക്കും, ഇപ്പൊ ഇവിടെ സ്വാർത്ഥത കാണിച്ചതാരാ? ഞാനോ നീയോ അതോ അമ്മയോ? പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും. ശ്യാമേ നോക്ക്, നിന്റെ ജീവിതം നീ തന്നെ കൈവിട്ട് കളയാ, അതിന് ഞങ്ങളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്യാമ പറയും, ശരിയാ, ഞാൻ തന്നെ എന്റെ ജീവിതം കളഞ്ഞു കുടിക്കുന്നത്, നശിപ്പിക്കുന്നതും ഞാൻ തന്നെയാ. എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തത് എനിക്കാണല്ലോ. ശ്യാമേ ശ്യാമ പറയും, ആരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ? ഉള്ള ആളെ എന്നെപ്പോലും വേണ്ടാതെ സ്റ്റേഷനിൽ പോയി കിടക്കുക. അയാളെ അവിടെ നിന്ന് ഇറക്കി നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിനെ എന്നെ സഹായിക്കാൻ പറ്റുന്നവരുടെ മുന്നിലൊക്കെ ഞാൻ പോയി കൈനീട്ടി നിൽക്കുന്നത്. രോഹിത്തിന്റെ സ്വഭാവം വെച്ച് രോഹിത്തിനെ ആരും സഹായിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. നാളെ രോഹിത്തിനെ കോടതിയിലാക്കും. അതിനു മുമ്പ് ജാമ്യത്തിലെടുക്കണം, ഇല്ലെങ്കിൽ രോഹിത് എന്നേക്കുമായിട്ട് അകത്താ.
രോഹിത്തിന്റെ കൂടെ കൂടിയ ആൾക്കാരൊന്നും ഇപ്പൊ രോഹിത്തിന്റെ കൂടെ ഇല്ല. രോഹിത്തിനെ ഇപ്പൊ സഹായിച്ചാൽ ചിലപ്പോ രോഹിത്ത് നന്നായാലോ, സഹായിക്കാൻ കഴിയെങ്കിൽ സഹായിക്കേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ മുന്നിലെ കൈ കൂപ്പി നിൽക്കും. ഇല്ലെങ്കിൽ ഇതിന്റെ വിധിയാണെന്ന് കരുതി ഞാൻ അങ്ങ് സമാധാനിച്ചോളാം എന്ന് കരഞ്ഞു പറഞ്ഞ് ശ്യാമ അവിടുന്ന് പോവാണ്. ശ്യാമ പോയി കഴിഞ്ഞാൽ ശാരദ പറയും, ശാലിനി മോളെ ഏത് രീതിയിലാണെങ്കിലും രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കണം. ശാലിനി പറയും, അക്കാര്യം തന്നെ അമ്മേ ഞാനും ആലോചിക്കുന്നത്. ആലോചിച്ചാൽ മാത്രം പോരാ, കാര്യം നടക്കണം. ഇല്ലെങ്കിൽ ആജീവനാന്തകാലം നിനക്ക് വിളെ ശത്രുവായിട്ട് മാറും. എന്റെ മക്കളെ പരസ്പരം പോരടിച്ച് ജീവിക്കുന്നത് കാണാനുള്ള മനക്കെട്ടി എനിക്കില്ല. മോളെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് നീ ആയിരിക്കണം. ഇല്ലെങ്കിൽ ശ്യാമ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോവും, അതുറപ്പാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ അത്തേക്ക് പോവും. ശാലിനി അനുവിനെ ഫോൺ എടുത്ത് വിളിക്കണേ. അനു, എനിക്ക് നാളെ ഒരു ഹെൽപ്പ് ചെയ്യണം. രോഹിത്തിനെ ജാമ്യത്തിൽ എടുക്കുന്ന കാര്യം പറയുന്നത്. യെസ് മാഡം എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സുബൈർക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണേ. അവിടെ നൂർജഹാൻ ഐസിയുന്റെ മുന്നിൽ തന്നെ ടെൻഷനോടെ ഉണ്ട്. വരുന്ന നഴ്സുമാരോട് ചോദിക്കുമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പറയാട്ടോ എന്ന് പറഞ്ഞാൽ നഴ്സ് പോകും. അപ്പോഴേക്കും അനൂപ് അങ്ങോട്ട് എത്തും. ബാപ്പച്ചിയുടെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ. അനൂപിനെ വിളിക്കാൻ തുടങ്ങായിരുന്നു ഞാൻ. അനൂപിക്കും എന്താ ഉണ്ടായത്? അത് പിന്നെ ബാപ്പച്ചി തലയിടിച്ച് വീണത് ആ കുളിമുറിയില് എന്നുള്ള കാര്യമാണ് പറയുന്നത്. യഥാർത്ഥ സംഭവം നൂർജഹാൻ അനൂപിനോടും പറയുന്നില്ല. കാലിൽപ്പ് സ്ലിപ്പായതായിരിക്കുമല്ലേ? നൂറ് പറയും, ആ അതെ. എന്നിട്ടാണോ താനിപ്പോ വല്ലാണ്ടായിരിക്കുന്നു. ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാകൂ. അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഡോക്ടർ വരുവാണേ. ബാപ്പച്ചിക്ക് സുബൈറിന്റെ മകളാണോ? ആ അതെ. വീഴ്ചയിലെ ആ ക്ഷതം ഞാടി ഞരമ്പുകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെയും വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. നൂർജഹാൻ ആകെ പേടിക്കും. അനുഭവിക്കും. ഡോക്ടർ പേടിക്കേണ്ടതായിട്ട് വല്ലതും? ഡോക്ടർ പറയും, ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. സെറിബെല്ലത്തിലെ ഒരു സ്ട്രോക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഡോക്ടർ ബാപ്പച്ചി അപ്പോ? ഡോക്ടർ പറയും, ടേക്ക് ഇറ്റ് ഈസി. ബാപ്പച്ചി ജീവിതകാലം മുഴുവനും അങ്ങനെയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏത് നിമിഷവും ഒരു മിറാക്കിൾ സംഭവിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ മാറാത്തതായിട്ട് ഒന്നുമില്ല കുട്ടി. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂർജഹാനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടാ അവിടുന്ന് പോകുന്നത്. അനുഭവിക്കും. ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയുന്നത്? എല്ലാ സുഖവും. തന്റെ ബാപ്പച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പ്രാർത്ഥനയാ ഏറ്റവും വലിയ ആയുധം. തന്റെ ബാപ്പച്ചിക്ക് സുഖാവാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അപ്പോഴേക്ക് നഴ്സ് വന്നിട്ട്, സുബൈറിന്റെ ബന്ധുക്കൾ ഞങ്ങളാണേ, ദാ ഈ മരുന്ന് വാങ്ങിക്കണം, ഫാർമസി പോയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അനൂപ് അത് വാങ്ങിക്കാനായി പോവാം. അങ്ങനെ നൂർജഹാൻ അവിടെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കാം. ശേഷം പിറ്റേ ദിവസമാണ് ജില്ലാ കോടതിയിലാണ്. ഷാമയും അനുപല്ലവിയും ഉണ്ട്. ഒരു വക്കീലും വന്നിട്ടുണ്ട്. മദ്യത്തിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? അനു പറയും, ഇല്ല സാർ. ഷാമയോട് ചോദിക്കും, മദ്യം മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടുന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ? ഉറപ്പല്ലേ? ഷാമ പറയും, അതെനിക്ക് ഉറപ്പാ. വക്കീൽ പറയും, ഇനി ഉണ്ടെന്ന് ആരോപിച്ചാലും നമുക്കത് വേറെ വഴിയിലൂടെ ലോക്കാക്കാം. ബ്രഹ്മാവനാണ് ആയുസിനും പഞ്ഞം അല്ലേ അനു? സമയത്തിന്റെ കാര്യത്തില് വക്കീലൊന്നും ശ്രദ്ധിക്കണം. ഇപ്പൊ എത്ര നേരമായിന്നറിയോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഡോൺ വെറി, ഈ കേസ് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവുകയും ജാമ്യം കിട്ടുകയും ചെയ്യും. അനു പറയും, ചെയ്യണം. ഇല്ലെങ്കിൽ അറിയാലോ, കളക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാണിത്. ഓ അറിയാം, അതുകൊണ്ടല്ലേ എന്റെ തിരക്കിനിടയിലും ഞാനിത് ഏറ്റത്. പിന്നെ ആള് വെടുപ്പാണല്ലോ അല്ലേ? ശ്യാമ ആകെ എന്തു പറയണമെന്നറിയാതെ നിൽക്കണേ. അനുവിന്റെ വാക്കിന്റെ പുറത്താ ഞാൻ വന്നിരിക്കുന്നത്. വാറ്റെന്ന് കേൾക്കുമ്പോഴേ ജഡ്ജിയുടെ നെറ്റി ചുളിയും. അങ്ങനെ നിൽക്കുമ്പോണ്ടാവും സുസ്മിത രോഹിത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നേ. ഇത് കാണുന്ന അവര് ഞെട്ടും. രോഹിത്ത്? അങ്ങനെ സുസ്മിതയും രോഹിത്തും അങ്ങോട്ട് വരികയാണേ. സുസ്മിത ഇങ്ങനെ ശ്യാമയെ ഇപ്പൊ ദേഷ്യത്തില് നോക്കുന്നത്. അല്ല, ഇയാൾക്ക് ജാമ്യം എന്ന് വക്കീൽ ചോദിക്കുമ്പോ സുസ്മിത പറയും, ജാമ്യം കിട്ടാതെ എങ്ങനെയാ? ഇതിനു മുമ്പ് ഒരു പെറ്റി കേസ് പോലും ഈ പൈത്തലിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെ നേട്ടായത്. അപ്പൊ ശ്യാമ രോഹിത്തെ എന്ന് വിളിച്ചു ചെല്ലുമ്പോ രോഹിത് വയ്ക്കും, എന്താ ഞാൻ ഇതിനകത്ത് ആജീവനാന്തം കിടക്കുന്നു നീ കരുതിയോ? രോഹിത്തെ, ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെയാ വന്നത്. രോഹിത് വയ്ക്കും, ഇപ്പോഴോ? നിന്നെ വിശ്വസിച്ച് നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോഴും റിമാൻഡ് തടവുകാരനായി ജയിലിൽ കിടന്നാനെ. ഒരു ദിവസം കിടന്നാ പിന്നെ ജയിൽ പുള്ളിയല്ലേ? രോഹിത്, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നതൊന്ന്. രോഹിത് പറയാൻ സമ്മതിക്കുന്നില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ കുഞ്ഞേച്ചിയുടെ ഏർപ്പാടല്ലേ, അതിങ്ങനെയൊക്കെ വരൂ. രോഹിത്, അതല്ല. അപ്പോഴേക്ക് സുസ്മിത, ഡേ നീ എന്ത് കരുതി ഞങ്ങൾ ഇവനെ അങ്ങ് ഉപേക്ഷിക്കുന്നു? അങ്ങനെ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ല ഞങ്ങൾ. ഒരുത്തന്റെയും വേദന കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. കൂട്ടത്തിൽപ്പെട്ടവനൊരു ആപത്ത് വന്നാലേ കയ്യും മെയ്യും മറന്ന് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഓടും ചെയ്യും. ഇന്നലെ രാത്രിയോടെ ഓട്ടം കൊണ്ടാ രോഹിത്തിന്റെ ജയിലിലേക്കുള്ള ആ പോക്ക് തടയാൻ കഴിഞ്ഞത്. ശ്യാമ ഇങ്ങനെ രോഹിത്തിനെ നോക്കുമ്പോ രോഹിത് പറയും, എനിക്കിപ്പോ മനസ്സിലായി എന്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന്. ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ ദ്രോഹിക്കുന്നവരുടെ കൂടെ അല്ല. പോവാം സുസ്മിത എന്ന് പറയും. സുസ്മിതയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ ശ്യാമയുടെ മുന്നിൽ നിന്ന് രോഹിത് സുസ്മിതയോടൊപ്പം പോവാണ്. രോഹിത്തെ എന്നിങ്ങനെ ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ അവര് കാറിൽ കയറി പോവും. അപ്പൊ വക്കീല്, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വക്കീൽ അവിടുന്ന് പോവുക. ശ്യാമ ഇങ്ങനെ സങ്കടത്തില് അവിടെ നിന്ന് അനുവിനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. സുബൈർക്ക് ബോധം വന്നിട്ടില്ല. നൂർജഹാൻ ഇപ്പോഴും അതേ കോലത്തിൽ അവിടെ നിൽക്കണേ. അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും അങ്ങോട്ട് വരും. മോളെ, ബാപ്പച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നൂറ് കരഞ്ഞിട്ട് പറയും, ബാപ്പച്ചി ഇനി ഉടനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാ ഡോക്ടർ പറയുന്നത്.
എനിക്ക് ബാപ്പച്ചി ഇല്ലാതെ വേറെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞ് നൂർജഹാൻ കരയാൻ തുടങ്ങുമ്പോ വിഷ്ണു പറയും, നൂറേ ഇങ്ങനെ കരയില്ലേ, ഞാൻ നൂറിനെ ഇങ്ങനെയൊന്നുമല്ല മനസ്സിലാക്കിയത്, എന്തു നേരിടാനുള്ള തന്റെയോടുള്ള കുട്ടിയേട്ടാ നൂറിനെ ഞാൻ കണ്ടത്. നൂറ് പറയും, അങ്ങനെ തന്നെയാ വിഷ്ണുവേട്ടാ, ഞാൻ അങ്ങനെ തന്നെയാ. പക്ഷേ എന്റെ ഏക ആശ്രയം എന്റെ ബാപ്പച്ചി ആയിരുന്നില്ലേ. എന്റെ ബാപ്പച്ചിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്. മോളെ അങ്ങനെയൊക്കെ ചിന്തിച്ചാ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? സുബൈർക്കയ്ക്ക് ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു ചതി നിന്നോട് കാണിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല. മോളെ കരയാതിരിക്കേ എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണു സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴും നൂർജഹാൻ കരയാ. ശാലിനി പറയും, വിഷ്ണുവേട്ടൻ പറഞ്ഞായിരുന്നോ കുളിമറിയിലെ കാല് തന്നെ വീണതാണല്ലേ? അതെ ചേച്ചി, കാല് തന്നെ വീണതാ കുളിക്കാൻ പോയപ്പോ. അപ്പോ ഭിത്തിയില് തലയിടിച്ചു. ഇത് കേൾക്കുമ്പോ വിഷ്ണുക്കും ഭിത്തിയിലോ തറയിലല്ലേ? അപ്പൊ നൂറ് പറയാ, ആ തറയിലാ ഇടിച്ചത്. നൂർജഹാൻ വാക്കുകൾക്ക് വേണ്ടി ഇങ്ങനെ തിരയുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉള്ളതായിട്ട് വിഷ്ണുവിനും ശാലിനിക്കും മനസ്സിലാവുന്നുണ്ട്. അവര് പരസ്പരം നോക്കുക. ശാലിനിക്കും അപ്പൊ ഇതിനു മുമ്പ് സുബൈർക്കയ്ക്ക് തലചുറ്റലോ തലകറക്കോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് പറയണം. നൂറ് പറയും, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വിഷ്ണുവിന് ദേഷ്യം വരും. നൂറേത് എന്നോട് സത്യം പറ, ഇന്നലെ ഞാൻ അവിടെ വന്നത് മുതൽ എന്റെ മനസ്സിൽ തോന്നിയ കുറെ സംശയങ്ങളുണ്ട്. സുബൈർക്ക കുളിമുറിയിലൊന്നും വീണതല്ല, ശക്തമായ ആരോ തള്ളിയിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. നൂർജഹാൻ ഇത് കേൾക്കുമ്പോ ആകെ പേടിച്ച് ഭയന്ന് നിൽക്കണേ. ഇവരോട് എന്തു പറയണമെന്നറിയാതെ. മുറിവും നല്ല ആഴത്തിൽ തന്നെയുള്ളത്. പറഞ്ഞൂറെ എന്താ ഉണ്ടായത്? അത് പിന്നെ വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും പറയാൻ പറ്റാതെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ശാലിനി പറയും, നൂറെ നീ ഞങ്ങൾക്ക് അനുജത്തി തന്നെയാ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിനക്ക് ഞങ്ങളോട് ധൈര്യമായിട്ട് പറയാം. സുബൈർഖാനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? നൂറ് അപ്പോഴും വീണ്ടും കള്ളം പറയും. അത് ശബ്ദം കേട്ട് നോക്കിയപ്പോ ആരാന്നറിയില്ല, ഉപ്പച്ചിയെ ആരോ ഉന്തിത്തള്ളി താഴെ ഇട്ടതാ. പോലീസിൽ അറിയിക്കേണ്ടെന്ന് ബാപ്പച്ചി തന്നെയാ പറഞ്ഞത്. അങ്ങനെ വിഷ്ണു അപ്പോ അവിടെ വന്നപ്പോ തലയിനിടിച്ച് സംഭവം ആലോചിച്ചു പോവാണേ. എന്നാലും നൂർജഹാൻ നസീറിനെ പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞാ ശാലിനി വിഷ്ണുവിന്റെ അടുത്ത് മാത്രമായിട്ട് ചോദിക്കും, എന്തൊക്കെയാ നൂറ് പറയുന്നത് വിഷ്ണുവേട്ടാ? പറയുന്നതിലെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സുബൈർക്കയെ പോലെ നല്ലൊരു മനുഷ്യനെ പുറത്തുനിന്ന് ആര് വന്ന് ഇങ്ങനെ ഉപദ്രവിക്കാനാ? വന്നവൻ മോഷ്ടാവാണെങ്കിൽ വെറുതെ ഉപദ്രവിച്ചിട്ട് പോവോ? ആ വീട്ടിൽ കയറി എന്തെങ്കിലും ഒന്ന് എടുക്കില്ലേ? വിഷ്ണുട്ടാ ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? വിഷ്ണു പറയും, പറയുന്നത് മുഴുവനും നുണയാണെന്നേ ഞാൻ പറയൂ. അവിടെ സംഭവിച്ചത് മറ്റെന്തൊക്കെയോ ആണ് എന്നിങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അടുത്ത ഭാഗത്തിൽ എന്തായാലും നസീറിനെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് രോഹിത് സുസ്മിതയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്